ബിസിനസ് കണ്ടിന്യൂറ്റി, പിന്നെ അതുപോലെ തന്നെ ഓരോ എങ്ങനെയൊക്കെ നമുക്ക് ഈ സ്റ്റോറേജ് മാനേജ് ചെയ്യാം, ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി 5 and 6 പഠിക്കുക. ഓക്കെ, 6 കൂടുതലും സെക്യൂറിങ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ, സെക്യൂറിങ് കാര്യങ്ങളും അതുപോലെ തന്നെ ഓക്കെ എന്തൊക്കെ ത്രെഡ്സ് ആണ്, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ സെക്യൂർ ചെയ്യണം എന്നുള്ളതൊക്കെ 6th പഠിക്കുക. 5th മെയിനായിട്ട് നമ്മൾ ബിസിനസ് കണ്ടിന്യൂറ്റി. ഓക്കെ, ബിസിനസ് എത്രത്തോളം മീൻസ് ഓരോ ഡാറ്റാസും എത്രത്തോളം എങ്ങനെയാണ് അവിടെ എന്തൊക്കെയാണ്, ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് 5th മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പം 5th മൊഡ്യൂളിൽ ഫസ്റ്റ് ബിസിനസ് കണ്ടിന്യൂറ്റി. ഓക്കെ, ബിസിനസ് കണ്ടിന്യൂറ്റി ആ ഒരു പേരിന് എന്താ മനസ്സിലാവുന്നത്? ഹലോ, നമുക്ക് ഓൾറെഡി അറിയാം ഇൻഫോർമേഷന് ഇപ്പോൾ എന്താണ് ഇൻഫോർമേഷൻ ഡാറ്റ എന്നൊക്കെ പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം കണ്ടിന്യൂസ് ഡാറ്റ ആക്സസ് വേണം. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊരു ബിസിനസ് ഓപ്പറേഷൻ ആയിക്കോട്ടെ അതിൻ്റെ സ്മൂത്ത് ഫങ്ഷന് കണ്ടിന്യൂസ് ഡാറ്റ ആക്സസ് വേണം അല്ലേ, കണ്ടിന്യൂസ് ഇൻഫോർമേഷൻ ആക്സസ്. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ ഇൻഫോർമേഷൻ അവൈലബിലിറ്റി അല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ കറക്റ്റ് മീൻസ് അവരുടെ റിക്വയർഡ് ടൈമിൽ തന്നെ കറക്റ്റ് ഡാറ്റ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ലോസ്റ്റ് ഉണ്ടാവും അവർക്ക് അല്ലേ. മേ ബി millions of dollars per hour ആ ഒരു രീതിയിലൊക്കെ അവർക്ക് നഷ്ടം വരാം അല്ലേ ബിസിനസ്സുകാർക്ക്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ഇൻഫോർമേഷൻ അവൈലബിലിറ്റി എൻഷുർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു ഇൻഫോർമേഷൻ അവൈലബിലിറ്റി ശരിക്കൊരു ത്രെട്ടാണ്. അതൊക്കെ ഇൻഫോർമേഷൻ അവൈലബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം, അങ്ങനത്തെ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ പ്രോസസ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു ഡൗൺ ടൈം ഉണ്ട് ഒരു ബിസിനസ്സിന്, പ്ലാൻഡോ അൺപ്ലാൻഡോ ഇപ്പോൾ ഡിസാസ്റ്റർ പോലെയോ എന്തെങ്കിലും ഒരു ഡൗൺ ടൈം വന്നിട്ടുണ്ടെങ്കിൽ പോലും സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടി വരും ടു കണ്ടിന്യൂ ദാറ്റ് ബിസിനസ് അല്ലേ. സോ ആ ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് തന്നെ ആ ഒരു സെറ്റ് ഓഫ് പ്രോസസ് ദാറ്റ് includes all activities that a business must perform to mitigate the impact of planned and unplanned downtime. ഓക്കെ, എന്തെങ്കിലും ഒരു ഡൗൺ ടൈം വന്നാൽ തന്നെ അതൊക്കെ ഓവർകം ചെയ്ത് കറക്റ്റ് ബിസിനസ് കണ്ടിന്യൂറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പം ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം നമ്മുടെ ബിസിനസ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ BCന്റെ ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? മീൻസ് ഇൻഫോർമേഷൻ അവൈലബിലിറ്റി. ഓക്കെ, നമുക്ക് റിക്വയർമെൻറ്റ് ഈ ബിസിനസ് കാര്യങ്ങൾക്കാണെങ്കിലും അവരുടെ റിക്വയർഡ് ടൈമിൽ ആ ഒരു ടൈം വിൻഡോ തന്നെ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ കിട്ടണം. ഓക്കെ, ആ ഒരു ഇൻഫോർമേഷൻ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാണ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഇൻഫോർമേഷൻ അവൈലബിലിറ്റി അതെന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, it refers to the ability of an IT infrastructure to function according to business expectations during its specified time of operation. Okay, so it ensures that people can access information whenever they need it. Okay, നമ്മൾ നേരത്തെ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ്. And it can be defined in terms of the accessibility, reliability and timeliness of the information. Okay, accessibility എന്ന് പറയുന്ന സമയത്ത് information should be accessible to the right user when required.
അല്ലേ? ദെൻ റിലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് സെയിം ഡാറ്റ തന്നെ ആയിരിക്കണം, ഒരു ഓൾട്രേഷനോ ഒരു കറപ്ഷനോ ഒന്നും പാടില്ല. ഇൻഫോർമേഷൻ ഷുഡ് ബി റിലയബിൾ ആൻഡ് കറക്റ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്. ഇറ്റ് ഈസ് ദ സെയിം as what was stored and there is no alternation or corruption to the information. Then timeliness. It defines a time window during which information must be accessible. Okay. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. If an online access to an application is required between 8 a.m. and 10 p.m. each day, any disruptions to the data availability outside of this time slot are not considered to affect timeliness. Okay. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ശരിക്കും 8 AM to 10 PM ആണ് നമ്മുടെ ഓപ്പറേഷണൽ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 8 AM to 10 PM ഇടയിലുള്ള ഒരു ഈ ഒരു ടൈം വിൻഡോന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ നടന്നാലേ നമ്മൾ അതിലൊരു ഫെയിലിയർ ആയിട്ട് കണക്കാക്കുള്ളൂ. ഓക്കെ. ഇപ്പം 8 AM to 10 PM, ഇപ്പം 11 to 12 PM നമ്മൾ സിസ്റ്റം ഒന്ന് ഡൗൺ ആയി എന്ന് വെച്ചിട്ട് 11 PM to 12 PM സിസ്റ്റം ഡൗൺ ടൈം ആയി എന്ന് വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ ഇൻഫോർമേഷൻ അവൈലബിലിറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കഴിയുന്നതും ഈ 3 ആക്സസിബിലിറ്റി, ടൈംലിനെസ്, റിലയബിലിറ്റി. ഓക്കെ. ഈ ടേംസ് എന്തായാലും പറയുക, അതുപോലെ തന്നെ ഈ ടേംസും പറയുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇൻഫോർമേഷൻ അവൈലബിലിറ്റി, കോസസ് ഓഫ് ഇൻഫോർമേഷൻ അൺഅവൈലബിലിറ്റി. ഓക്കെ. തന്നെ പറഞ്ഞു നമ്മൾ പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ഇൻസിഡൻസ് റിസൾട്ട് ഇൻ ഡാറ്റ അവൈലബിലിറ്റി. ഓക്കെ. ദെൻ പ്ലാൻഡ് ഔട്ടേജസിൽ വരുന്നതാണ് ഇൻസ്റ്റലേഷൻ, ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ് ഓഫ് ന്യൂ ഹാർഡ്വെയർ, software upgrades or patches, taking backups, application and data restores, etc. ഓക്കെ. അപ്പം ഇതൊക്കെ പ്ലാൻഡ് ഔട്ടേജസിൽ വരുമ്പം അൺപ്ലാൻഡ് ഔട്ടേജസിൽ വരുന്നത് നമ്മുടെ ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഫെയിലർ, ഹ്യൂമൻ എറേഴ്സ്. ഓക്കെ. ഇതൊക്കെയാണ് അൺപ്ലാൻഡ് ഔട്ടേജസിൽ വരുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം ഇത് കാരണം നമുക്ക് ഇൻഫോർമേഷൻ അൺഅവൈലബിലിറ്റി വരാം. ഓക്കെ. സോ മെഷറിംഗ് ഇൻഫോർമേഷൻ അവൈലബിലിറ്റി. ഓക്കെ. നമുക്ക് ഇൻഫോർമേഷൻ അവൈലബിലിറ്റി റിലൈസ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഓഫ് എ ഡാറ്റാ സെന്റർ. ഫെയിലിയർ ഓഫ് ദീസ് കമ്പോണൻറ്റ് മൈറ്റ് ഡിസ്റപ്റ്റ് information availability. Okay. And a failure is the termination of a component's ability to perform a required function. Okay. ഈ ഒരു കമ്പോണന്റ് എബിലിറ്റി നമ്മൾ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റീസ്റ്റോർ ചെയ്യും ബൈ മാനുവൽ റീപോർട്ട് അല്ലെങ്കിൽ റിപ്പയർ ഓർ റിപ്ലേസ്മെന്റ് ഓഫ് ദി ഫെയിൽഡ് കമ്പോണൻസ്. ഓക്കെ. അപ്പം ഈ ഒരു അനാലിസിസ് ഒക്കെ നമ്മൾ IA അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അവൈലബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ. ഒന്ന് സിസ്റ്റം അപ്പ് ടൈം, സിസ്റ്റം ഡൗൺ ടൈം വെച്ചിട്ട്, ഒന്ന് ഈ കാണുന്ന MTBF ആൻഡ് MTTR വെച്ചിട്ട്. ഓക്കെ. So proactive risk analysis performed as part of the BC planning process considers the component failure rate and average repair time, which are measured by MTBF and MTTR. ഇതെന്താണ് നമ്മൾ കാണും. അതുപോലെ തന്നെ BC planning process അതും നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ കാണും. ഓക്കെ. So mean time between failure, MTBF. It is the average time available for a system or component to perform its normal operations between failures. And mean time to repair, MTTR, is the average time required to repair a failed component. Okay. ഇനി നമ്മൾ IA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? It is a fraction. IA is the fraction of a time period that a system is in a condition to perform its intended function upon demands.
It can be expressed in terms of system uptime and downtime and measured as the amount or percentage of system uptime. Okay, ഇപ്പോൾ സിസ്റ്റം uptime and downtime വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. I is equal to system uptime divided by system uptime plus system downtime. And in the terms of MTBF and MTTR, it can be defined. It can be expressed as MTBF divided by MTBF plus MTTR. Okay. അപ്പോൾ ഈ MTTFും MTTRും ഈ ഒരു ഇക്വേഷൻ വെച്ച് MTBF total operational time divided by number of failures and MTTR total downtime divided by number of failures. Okay. So ഈ ഇക്വേഷൻസ് പഠിക്കുക, 4 ഇക്വേഷൻസ് പഠിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. സിമ്പിൾ പ്രോബ്ലം ആണ്. ഹലോ, അവിടെ ഉണ്ടാ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ 2 സിമ്പിൾ പ്രോബ്ലംസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പറേഷണൽ ടൈം എന്താന്നുള്ളത് ഇവർ പറയും, എന്താണ് ഇവരുടെ ടൈം ലിമിറ്റ് എന്നുള്ളത് പറയും. ഓക്കെ, അപ്പോൾ ആ ഓപ്പറേഷൻ ടൈമിൻ്റെ പുറത്ത് വരുന്ന ഫെയിലേഴ്സ് അതൊന്നും നമ്മൾ എടുക്കരുത്. ഓപ്പറേഷൻ ടൈമിൻ്റെ അകത്ത് ഒരു ഫെയിലിയർ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ സിസ്റ്റം ഡൗൺ ടൈം ആയിട്ട് നമ്മൾ എടുക്കാവൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇന്ന് തന്നെ ഈ എഴുതി ചെയ്ത കാര്യം അപ്ലോഡ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? ഇന്നിപ്പോ ചെയ്യുന്ന അസൈൻമെന്റ് അല്ല, മീൻസ് ഇതിപ്പോ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതല്ലേ. ഓൺലൈനായിട്ട് പറയുന്നതല്ലേ. അപ്പൊ പ്രോബ്ലം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കൂടെ തന്നെ എഴുതി പോവാ. ഓക്കെ, സിമ്പിൾ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ മാർക്ക് കളയണ്ടെന്ന് വെച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ, the system has 3 components and requires all 3 to be operational 24 hours. അപ്പോൾ നമ്മുടെ ഓപ്പറേഷണൽ ടൈമാണ് 24 hours എന്ന് പറയുന്നത്. ഓക്കെ, Monday to Friday. Failure of component 1 occurs as follows. Monday, no failure. Tuesday, 5 AM to 7 AM. Wednesday, no failure. Thursday, 4 PM to 8 PM. Friday, 8 AM to 11 AM. Calculate the MTBF and MTTR of component 1. That's a question.
എഴുതിയെടുത്തോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 24 അവേഴ്സും ഓപ്പറേഷണൽ ടൈം ആയിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പം എപ്പോൾ ഫെയിലർ നടന്നാലും അത് ഫെയിലർ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പം മൺഡേ നമുക്ക് ഫെയിലർ ഇല്ല അല്ലേ. നമ്മൾ ഇനി ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഡേയിലും ഡൗൺ ടൈം എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഡൗൺ ടൈം എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ മൺഡേ എന്തില്ല, ഡൗൺ ടൈം ഇല്ല, 0. ഓക്കെ, ട്യൂസ്ഡേയോ 5 AM to 7 AM, അതായത് 2 hours ഡൗൺ ടൈം ആണ് അല്ലേ. വെനസ്ഡേ ഡൗൺ ടൈം ഇല്ല, 0. തേഴ്സ്ഡേ 4 PM to 8 PM, 4 hours. ഫ്രൈഡേ എത്രയാണ്, 8 AM to 11 AM, 3 hours. So total system downtime എത്രയാണ്, 2 plus 4 plus 3, 9 hours അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MTBF ആൻഡ് MTTR. എന്തായിരുന്നു MTBF ആൻഡ് MTTRന്റെ ഇക്വേഷൻ? ഓക്കെ, സോ MTBF പറയുകയാണെങ്കിൽ ടോട്ടൽ ഓപ്പറേഷണൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫെയിലേഴ്സ് അല്ലേ. അപ്പൊ ഈ ടോട്ടൽ ഓപ്പറേഷണൽ ടൈം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് ഫെയിലേഴ്സ് എത്രയാണ്? ഇതിൽ നമ്പർ ഓഫ് ഫെയിലേഴ്സ് എത്രയാണ്? ഹലോ, അവിടെ ഉണ്ടാ? ത്രീ അല്ലേ. നമ്പർ ഓഫ് ഫെയിലേഴ്സ് 3 ആണ്. ആൻഡ് ടോട്ടൽ ഓപ്പറേഷണൽ ടൈം എത്രയാണ്? നമുക്ക് 24 അവേഴ്സും ഓപ്പറേഷണൽ ടൈം ആണ് പെർ ഡേ അല്ലേ. നമ്മൾ ഇതിൽ എത്ര ഡേയ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്? മൺഡേ ടു ഫ്രൈഡേ അല്ലേ. മൺഡേ ടു ഫ്രൈഡേ വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ടോട്ടൽ ഓപ്പറേഷണൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? 24 into 5, നമ്പർ ഓഫ് ഫെയിലേഴ്സ് 3, എത്ര വന്നു? 120 divided by 3 അല്ലേ. 40 hours. MTBF 40 hours ആണ്. Then MTTR total down time divided by number of failures. Total down time എത്രയാണ്? നേരത്തെ കണ്ടുപിടിച്ചു 9 അല്ലേ. 9 hours divided by 3 എത്രയാണ്? 3 hours. നമ്മുടെ ക്വസ്റ്റ്യനിൽ MTBF MTTR കാൽക്കുലേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു ഫോർ കമ്പോണന്റ് 1. ഓക്കെ ആണോ? എളുപ്പല്ലേ? എഴുതിയെടുത്തോ? ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യൂ. എഴുതിയെടുത്തായിരുന്നോ? സ്ക്രീൻ കാണിക്കണോ? ഹലോ,
റെസ്പോണ്ട് ചെയ്തേ. സർഗ, സർഗ ഇല്ലേ അവിടെ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. A system has three components and requires all three components to be operational. During 8 a.m. to 5 p.m. business hours. Monday through Friday. Failure of component 2. Occurs as follows. Monday, 8 a.m. to 11 a.m. Tuesday, no failure. Wednesday, 4 p.m. to 7 p.m. Thursday, 5 p.m. to 8 p.m. ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഫ്രൈഡേ 1 p.m. to 2 p.m. Calculate the availability of component 2. എന്താ ചെയ്യണ്ടേ? കമ്പോണന്റ് 2ന്റെ ഡീറ്റെയിൽസ് ആണ്, ഫെയിലേഴ്സ് ആണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഓപ്പറേഷണൽ ടൈം എന്ന് പറയുന്നത് 8 a.m. to 5 p.m. മൺഡേ ത്രൂ ഫ്രൈഡേ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓരോ ഡേയിലും ഉള്ള ഡൗൺ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. മൺഡേ ഡൗൺ ടൈം ഓക്കെ, മൺഡേ 8 a.m. to 11 a.m. എത്ര ഉണ്ട്? 3 hours. Tuesday 0. Wednesday എത്ര ഉണ്ട്? 4 p.m. to 7 p.m. എത്ര ഉണ്ട്? 3. 4 p.m. to 7 p.m. 3 ആണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ ഓപ്പറേഷണൽ അവേഴ്സ് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? 8 a.m. to 5 p.m. അല്ലേ? നമ്മുടെ ഓപ്പറേഷണൽ അവർ പെർ ഡേ 8 a.m. to 5 p.m. ഉള്ളൂ. നമുക്ക് വന്നിട്ടുള്ള വെനസ്ഡേ വന്നിട്ടുള്ള ഫെയിലിയർ ടൈം 4 p.m. to 7 p.m.
അല്ലേ? 3 അവർ ഫെയിലർ ആണെങ്കിൽ കൂടി നമ്മൾ ഈ ടൈം ലിമിറ്റിൽ 8 AM to 5 PM വരെയുള്ള ആ ഒരു ടൈം ലിമിറ്റിൽ വരുന്ന ഫെയിലേഴ്സ് മാത്രമേ നമ്മുടെ സിസ്റ്റം ഡൗൺ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, സോ 8 AM to 5 PM, ഫെയിലർ 4 PM to 7 PM. സോ നമ്മുടെ ശരിക്കും നമ്മുടെ ബിസിനസ് ഓപ്പറേഷണൽ ഡൗൺ ടൈം എന്ന് പറയുന്ന സമയത്ത് ഫോർ വെനസ്ഡേ ഇറ്റ് ഈസ് 4 PM to 5 PM അല്ലേ? സോ വെനസ്ഡേ 1 hour. മനസ്സിലായോ? എവിടെ തെറ്റിപ്പോവാൻ സാധ്യത ഉള്ളതെന്ന് മനസ്സിലായോ? ഹലോ, ഓക്കെ ആണോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ ചെറിയ തെറ്റ മതി. ഓക്കെ, മാർക്ക് പോവാൻ. ഓക്കെ, ദെൻ തേഴ്സ്ഡേ. തേഴ്സ്ഡേ 5 PM to 8 PM. എത്രയാണ് നമ്മുടെ ഫെയിലർ ഓഫ് കമ്പോണന്റ് 2 ഡൗൺ ടൈം? ഫൈവ് PM to 8 PM എത്രയാണ്? 0. ഓക്കെ, ഫ്രൈഡേ 1 PM to 2 PM. എത്രയാണ്? 1 PM to 2 PM. എത്ര അവേഴ്സ്? വൺ. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. സോ ടോട്ടൽ ഡൗൺ ടൈം, ടോട്ടൽ സിസ്റ്റം ഡൗൺ ടൈം എത്രയാണ്? പ്ലസ് 1 plus 1, 5 hours. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അവൈലബിലിറ്റി ഓഫ് കമ്പോണന്റ് 2 അല്ലേ? ഓക്കെ, അവൈലബിലിറ്റി ഓഫ് കമ്പോണന്റ് 2. സോ ഐന്റെ ഇക്വേഷൻ സിസ്റ്റം ഡൗൺ ടൈം നമ്മുടെ കയ്യിലുണ്ട്. സോ സിസ്റ്റം അപ്പ് ടൈം ആൻഡ് ഡൗൺ ടൈമിന്റെ എക്സ്പ്രഷൻ എഴുതാണ്. സിസ്റ്റം അപ്പ് ടൈം divided by system down time plus system uptime. Okay, so system uptime അതെങ്ങനെ കണ്ടുപിടിക്കാം? സിസ്റ്റം ഡൗൺ ടൈം 5 hours നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സിസ്റ്റം അപ്പ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഓപ്പറേഷണൽ ടൈം മൈനസ് സിസ്റ്റം ഡൗൺ ടൈം അല്ലേ? ടോട്ടൽ ഓപ്പറേഷണൽ ടൈം നമുക്ക് എപ്പം മുതൽ എപ്പം വരെയാണ്? 8 AM to 5 PM വരെയാണ് ഉള്ളത് അല്ലേ? അതായത് എത്ര അവേഴ്സ്? 9 hours അല്ലേ? ടോട്ടൽ ഓപ്പറേഷണൽ ടൈം എന്ന് പറയുന്നത് 9 hours പെർ ഡേ ആണ് അല്ലേ? എത്ര ഡേയ്സ്? മൺഡേ ടു ഫ്രൈഡേ, വിച്ച് ഈസ് ഈക്വൽ ടു 45 hours അല്ലേ? ദെൻ സിസ്റ്റം അപ്പ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? 45 hours മൈനസ് നമ്മുടെ ഡൗൺ ടൈം 5 hours, വിച്ച് ഈസ് ഈക്വൽ ടു 40
hours. ഇനി ഇവിടെ അവൈലബിലിറ്റിൻ്റെ അവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സിസ്റ്റം അപ്പ് ടൈം 40 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 545 is equal to 88.9%. ഓക്കെ, അവൈലബിലിറ്റി ഇൻ പേഴ്സൻ്റ് ആണ് കേട്ടോ ഇത്. ഓക്കെ ഓക്കെ അല്ലേ? ഹലോ, അല്ല 88.889 അങ്ങനെയല്ലേ കിട്ടുന്നത്? പെർസെൻറ്റേജിലേക്ക് ആക്കുകയാണെങ്കിൽ 88.9%. ഓക്കെ, ഈ പ്രോബ്ലംസ്, ഇതുപോലത്തുള്ള പ്രോബ്ലംസ് ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ടെക്സ്റ്റിലുള്ള 2 പ്രോബ്ലംസാണ് തന്നിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ്. ഓക്കെ, അത് പറ്റുവാണെങ്കിൽ അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഓക്കെ, ഈ 2 പ്രോബ്ലംസ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക ലിങ്ക്ബേസിൽ. ഓക്കെ, നിങ്ങൾ ഒപ്പം തന്നെ ചെയ്തു എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്, സൂക്ഷിച്ച് ചെയ്യുക, തെറ്റിക്കരുത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് വരുന്നത് BC ടെർമിനോളജി ആണ്. ഓക്കെ, 11:20 വരെ അല്ലേ നമ്മുടെ ടൈം? ഓക്കെ, അറ്റൻഡൻസ് അഭിലാഷ്. അഭിലാഷ് ആബ്സെന്റ് ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അതെ, കിട്ടുന്നില്ല, പക്ഷെ മെസ്സേജ് ആണ്. അതെ, ഓക്കെ. ഓക്കെ, അഭിനവ്, അൻസർ, അനുശ്രീ. ഓക്കെ, അഭിലാഷ്, അർജുൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, കബിന, ഫജർ, ജാസിം, മിഥിലാജ്, മൃദുല, മൃദുല, മൃദുല ആബ്സെന്റ്. ജാസിൽ, ശരത്, സർഗ, ഷപ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻ, വിഷ്ണു, വിഷ്ണു വിഷ്ണു അല്ലേ ഇപ്പൊ പറഞ്ഞ? ഓക്കെ, അമൃത, അശ്വതി, ദിദിന, ഹരിത, ഹരിത, അമൽ. ഓക്കെ, മൃദുല, ഹരിത ആബ്സെൻറ്റീസ്. സോ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. അതെയോ, ഹരിത ഉണ്ടോ അവിടെ?